ചേട്ടാ ഒരു പാല്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കുഴപ്പമില്ല, കുപ്പി തട്ടിയിട്ട് കൊടുക്കാം, അതാകുമ്പോ ആരും അറിയൂല. വിഷ്ണു ആടേ പാല് മാത്രം മതിയാ? അച്ഛനൊക്കെ സുഖം തന്നെ? പാല് മാത്രം മതി ചേട്ടാ. പിന്നെ ചേട്ടാ മറ്റേ കേസിന്റെ കാര്യം എന്തിനായി? അപ്പൊ കേസിന്റെ കാര്യം നീ ഒന്നും അറിഞ്ഞില്ലായിരുന്ന? നീ ഇരി, ഞാൻ പറഞ്ഞുതരാം. വാ ഇരി. എവിടെ പോണ നീ? അങ്ങോട്ടിരുന്നാ. അവന്മാര് ഇറങ്ങിയ ചേട്ടാ, കേസ് കഴിഞ്ഞ് ഇറങ്ങിയ. അവന്മാര് ഇറങ്ങിയാന്നാ? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? അവന്മാരടുത്ത കേസ് ഉണ്ടാക്കി. അടുത്ത കേസ് ഉണ്ടാക്കിയ അവന്മാർക്ക് ഇത് തന്നെയാണ് പണി. അവന്മാർക്ക് ഇത് തന്നെ പണി എന്നാ? നിനക്ക് അവന്മാരെ പറ്റി ഒന്നും അറിഞ്ഞൂടാ അപ്പി. നീ വിചാരിക്കും പോലല്ല, അവന്മാര് ഷൊട്ടകളാണ്, ഷൊട്ടകള്. അവന്മാരെ കഥ പറഞ്ഞുണ്ടല്ലോ, പിന്നെ തിന്നടാ നീ. അന്നെയാണോ? അപ്പൊ അവർക്ക് എന്തൊരു ധൈര്യം ഉണ്ടെങ്കിൽ അവന്മാര് അടുത്ത കേസ് ഉണ്ടാക്കൂല. വെറും ഫ്രോഡ് പയ്യന്മാരുടെ അവന്മാര്. നീ പണ്ടേ തോന്നി. രണ്ടൊന്ന് പെണ്ണ് കേസ് ഉണ്ടേ അവന്മാരെ പേരില്. നീ ആയോണ്ട് പറയാം, അവന്മാരടുത്ത് കൂടുതൽ അടുക്കാനൊന്നും നിൽക്കരുത്. അത് നിന്റെ ഭാവിക്കും കൂടെ ദോഷമാവും. ഒരു ബിസ്ക്കറ്റ് ഇനി. അയ്യോ, നിങ്ങൾ ഇതൊക്കെ അറിയണ? ഞാൻ ഇവിടെ ഇരുന്നാ മതി, എല്ലാം അറിയും. പിന്നെ ആ കൂട്ടത്തിലുള്ള സച്ചു ഇല്ലേ, സച്ചുവിന് സിന്ധുവായിട്ട് ചെറിയൊരു അവിഹിതമുണ്ട്, അതെനിക്കറിയാം. കൈയൂടെ പൊക്കിയിട്ടുണ്ട്. കുറച്ച് കപ്പലണ്ടി നിന്നാണ്. അവന്മാർ ചില്ലറക്കാരന്മാരല്ലേണ്ണ? ചില്ലറക്കാരന്മാരാണെന്നാ മണ്ടേ കയറി. നീ വെയിറ്റ് കുടി. ഓ മണ്ടേ കയറി അണ്ണാ, മണ്ടേ കയറി. ഓ വെള്ളം കിട്ടിയില്ല, ഞാൻ പോട്ടാ അണ്ണാ. പോവാൻ വരട്ടെ. ഒരു പഴം 10, ബിസ്ക്കറ്റ് 50, കപ്പലണ്ടി 20, വെള്ളം 20, മൊത്തം 100 രൂപ. അത് വെച്ചിട്ട് പോയാൽ 100 രൂപ. അപ്പൊ ഇതൊന്നും നിങ്ങൾ എനിക്ക് ഫ്രീ ആയിട്ട് തന്നെ അല്ലേ? ഫ്രീ ആയിട്ട് തരാ. നീ എന്റെ അമ്മായിരെ പോനാ പൈസ വെച്ചിട്ട് പോടാ, ചുമ്മാ കളിക്കാതെ. 100 രൂപ. കഥ പറഞ്ഞു തുടങ്ങിയപ്പോ ഇങ്ങനെ നല്ലായിരുന്നല്ലേ? തലവലാതി പട്ടി.